അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷെഫീഖ് ഇ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. സിൽ ബിമ യുനാസിബു. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തത് മിഥുലുൽ ബദ്രി, പൂർണ്ണചന്ദ്രനെ പോലെയാണ്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതായിരിക്കും? നെദുറുസു, ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ച് നോക്കാം. നെദുറുസു, ഹസല, ഖറജ, സ്വിഫത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തതിനോട് യോജിച്ചത് നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് ദുറൂസുന. അപ്പോൾ ദുറൂസുന എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? നദുറുസു എന്നുള്ളതാണ്. ഞങ്ങളുടെ പാഠങ്ങൾ ഞങ്ങൾ പഠിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത് മാലി മഅറൂഫു മുഫ്രദ്. അപ്പോൾ മാലി മഅറൂഫുൻ മുഫ്രദ്. അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ഫിഅൽ ഏതാണ്? ബ്രാക്കറ്റിലുള്ളതിൽ വെച്ച് അസ്വല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ അസ്വല എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത് ഹഫറ ബിഇറ സംസം. സംസം കിണർ കുഴിച്ചു. ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ അതിനോട് യോജിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ളതാണ്. അത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക. ഇനി അഞ്ചാമത്തത് മുസന്ന മുദക്കർ. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ളതിൽ മുസന്ന മുദക്കർ ഏതാണ്? ഖറജ എന്നുള്ളതാണ്. അത് എഴുതി കൊടുക്കുക. അവസാനത്തത് ഹംസ്. ഹംസ് എന്നുള്ളതിനോട് യോജിച്ചത് സ്വിഫത്ത് എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് മയ്യിസി സ്വഹീഹ്. മയ്യിസി സ്വഹീഹ, ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അവിടെ 3 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് അഷ്ഹറു സാമിനു, 8ാമത്തെ മാസം ഏതാണ്? ഇവിടെ റബിയുൽ അവൽ, ഷഅബാൻ, ദുൽഹിജ്ജ. അപ്പോൾ അവിടെ ഷഅബാൻ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തത് അദ്ദാരിസൂന. ദാരിസൂന എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? തുസല്ലിമൂന, യുസല്ലിമാനി, യുസല്ലിമൂന. അപ്പോൾ അവിടെ യുസല്ലിമൂന എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. കാരണം തുസല്ലിമൂന എന്നുള്ളത് സ്ത്രീലിംഗത്തിന് പറയുന്നതാണ്. അതുപോലെ യുസല്ലിമാനി എന്ന് പറയുകയാണെങ്കിൽ അത് 2 ആളുകൾക്ക് പറയുന്നതായിരിക്കും. ഇവിടെ ദാരിസൂന ജംഅയാണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ യുസല്ലിമൂന എന്ന് വന്നത്. ഇനി മൂന്നാമത്തത് ഹംസത്തുൽ ഖത്ഇ. അതിനോട് യോജിച്ചത് ഏതാണ്? റബ്ബനഫ്തഹ് അഹ്മദു വഖുൽന ദുഖുലു. ഏതാണ്? അഹ്മദു എന്നുള്ളതാണ് ഹംസത്തുൽ ഖത്ഇന് ശരിയായിട്ടുള്ളത്. അപ്പോൾ അഹ്മദു എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ബയ്യിൻ എന്നുള്ളതാണ്. വ്യക്തമാക്കി എഴുതാനാണ്. ഒന്നാമത്തത് ഹംസത്തുൽ വസുൽ. ഹംസത്തുൽ വസുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസ, അതിനാണ് ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അൽ ഫിഅലുൽ മാലി. ഫിഅൽ മാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലി ഫി സമാനിൽ മാലി. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച കാര്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു കലിമത്തിനാണ് എന്ത് പറയുക? ഫിഅൽ മാലി എന്ന് പറയുക. മൂന്നാമത്തത് സക്ത. എന്താണ് സക്ത? ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന്, അതിനാണ് എന്ത് പറയുക? സക്ത എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പ്രവർത്തനം സ്വരീഫ്, സറഫാക്കാനാണ്. അവിടെ 3 ഫിഅലുകളാണ് സറഫാക്കാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് തദുറുസു. അപ്പോൾ തദുറുസു സറഫാക്കുമ്പോൾ ഏത് രൂപത്തിൽ വരും? തദുറുസു, തദുറുസാനി, തദുറുസൂന, തദുറുസീന, തദുറുസാനി, തദുറുസ്ന എന്ന് വരും. രണ്ടാമത്തത് യക്തുബു എന്നുള്ളതാണ്. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന എന്ന് വരും. മൂന്നാമത്തത് ജലസ, ജലസാ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന. ഇനി 5ാമത്തെ പ്രവർത്തനം റത്തിബ്. ഓർഡറിൽ എഴുതാനാണ്. അവിടെ നൽകിയതൊക്കെ ക്രമം തെറ്റിച്ചിട്ടാണ്. അപ്പോൾ അത് ക്രമത്തിലാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഒന്നാമത്തത് ലാ യുമല്ലു കലാമുൻ സമാഉഹു ഖദീമുൻ. അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു എന്ന് വരും. രണ്ടാമത്തത് ബി കിതാബിക നവ്വിർ വ അതുലിഖ് ബസ്വരി അല്ലാഹുമ്മ ലിസാനി ബിഹി.
അപ്പോൾ അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക ബസ്വരി വ അത്ലിഖ് ബിഹി ലിസാനി എന്ന് വരും. ഇനി ആറാമത്തെ പ്രവർത്തനം അജിബ്, ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏതൊക്കെയാണ്? ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന. രണ്ടാമത്തെ ചോദ്യം, ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ? ഉത്തരം, അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. മൂന്നാമത്തെ ചോദ്യം, വഖഫിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് ഏതാണ്? ആ ആയത്ത് വറത്തിലിൽ ഖുർആന തർത്തീല എന്നുള്ളതാണ്. നാലാമത്തത്, ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആരാണ് ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത്? അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ ഒരു ഗ്രന്ഥമാക്കി മാറ്റിയത്. അഞ്ചാമത്തെ ചോദ്യം, മക്കക്കാരനായ ഖാരി ആരാണ്? മക്കക്കാരനായിട്ടുള്ള ഖാരി അബ്ദുല്ലാഹിബ്നു കസീർ. ഇനി ഏഴാമത്തെ പ്രവർത്തനം മയ്യിസുൽ മാളി വൽ മുവാരി. അപ്പോൾ അവിടെ 6ഓളം ഫിയലുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാളി ഏതാണ് മുലാരി ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, വേർതിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് ഹഫറ എന്നുള്ളതാണ്. ഹഫറ എന്നുള്ളത് മുലാരിയുടെ അലാമത്തൊന്നും അവിടെ കാണുന്നില്ല, അതുകൊണ്ട് അതെന്താണ്? മാളിയാണ്. ഹഫറ മാളി. രണ്ടാമത്തത് ജലസ, അതും മാളിയാണ്. മൂന്നാമത്തത് യക്തുബു, അവിടെ യാ വന്നു, അപ്പോൾ അവിടെ അതെന്താണ്? മുലാരിയാണ്. യക്തുബു, അപ്പോൾ മുലാരിയാണ്. നാലാമത്തത് യഖീല, അത് മാളിയാണ്. അഞ്ചാമത്തത് യക്സിബു എന്നുള്ളതാണ്, അത് മുലാരിയാണ്. ഇനി ആറാമത്തത് തഅല്ലമ എന്നുള്ളതും മാളിയാണ്. ഇനി എട്ടാമത്തത് തർജീം. അവിടെ 2 വാക്കുകളാണ്, 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിന് രണ്ടിനും അർത്ഥം എഴുതണം. ഒന്നാമത്തത്, അദ്ദാരിസു യർജിഉ മിനൽ മദ്റസതി മസാഅൻ. അദ്ദാരിസു യർജിഉ മിനൽ മദ്റസതി മസാഅൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? വൈകുന്നേരം വിദ്യാർത്ഥി മദ്റസയിൽ നിന്ന് മടങ്ങും. രണ്ടാമത്തത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇനി 9ാമത്തത് നക്തുബുൽ മഅന. എന്ത് ചെയ്യാനാണ്? അർത്ഥം എഴുതാനാണ്. 4ഓളം വാക്കുകൾ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതുക. ഒന്നാമത്തത് ജലസ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇരുന്നു. 2 ഹലീബുൻ, പാല്. 3 ഹഫറ, കുഴിച്ചു. 4 ജരീദത്തുൻ, പത്രം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.